നമസ്കാരം. മുനമ്പം ഭൂമി പ്രശ്നം ശക്തമായതോടെയാണ് വഖഫ് വാർത്തകളിൽ ഇടം പിടിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം തന്നെ നിരവധി വാർത്തകളും പ്രശ്നങ്ങളുമൊക്കെ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 13-ന് പാർലമെന്റിൽ അവതരിപ്പിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ഫെബ്രുവരി 19-ന് നടന്ന യോഗത്തിലാണ് ബില്ലിലെ ഭേദഗതികൾ മന്ത്രിസഭ അംഗീകരിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിടുന്ന ബിൽ മാർച്ച് 10-ന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പകുതിയിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ബി.ജെ.പി. നേതാവ് ജഗദാംബിക പാൽ നയിക്കുന്ന ജെ.പി.സി. പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പുകൾക്കിടെയാണ് നിയമനിർമ്മാണത്തിൽ നിരവധി ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം എൻ.ഡി.എ അംഗങ്ങൾ നിർദ്ദേശിച്ച വഖഫ് ബില്ലിലെ എല്ലാ ഭേദഗതികളും പാർലമെന്ററി കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. 44 ഭേദഗതികളിൽ 14 ക്ലോസുകളിൽ മാറ്റങ്ങൾ വേണമെന്നും എൻ.ഡി.എ അംഗങ്ങൾ നിർദ്ദേശിച്ചു. അവയെല്ലാം വോട്ടെടുപ്പിന് ശേഷം പാനൽ അംഗീകരിച്ചു. ജെ.പി.സിയിൽ ബി.ജെ.പിയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും 16 എം.പിമാരും പ്രതിപക്ഷത്തിൽ നിന്ന് 10 പേരും ആയിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ ജെ.പി.സി ഏകദേശം 3 ഡസനോളം ഹിയറിംഗുകൾ നടത്തിയിരുന്നു. എന്നാൽ അവയിൽ പലതും തർക്കത്തിലാണ് കലാശിച്ചത്. ജനുവരി 30-നാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ജെ.പി.സിയുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുസ്ലിം സമൂഹം മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന സ്വത്തുക്കളുടെ മേൽനോട്ടം വഹിക്കുന്ന വഖഫ് ബോർഡുകളുടെ ഭരണത്തിൽ പൂർണ്ണമായ അഴിച്ചുപണിയാണ് വഖഫ് ഭേദഗതി ബിൽ നിർദ്ദേശിക്കുന്നത്. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തുക എന്നതാണ് ഒരു നിർദ്ദേശം. ഒരു സ്വത്ത് വഖഫ് സ്വത്താണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മധ്യസ്ഥനാക്കുക എന്നിവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. ചോദ്യം ചെയ്യപ്പെടുന്ന സ്വത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളിടത്തോളം കാലം നിയമം മുൻകാല പ്രാബല്യത്തിൽ വരില്ലെന്ന് സ്ഥാപിക്കുന്നു. എന്നാൽ വഖഫ് സ്വത്തുക്കളുടെ 90% വാസ്തവത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. 2025-ലെ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ പകുതിയിൽ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് റിപ്പോർട്ട് ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിച്ചത്. വെബ് ഡെസ്ക് തത്തുമൈ TV.